വെൽക്കം ടു K4 കിസാൻ. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചേന കുഴിച്ചിടലാണ്. അപ്പോൾ നമ്മൾ ചേന മുറിക്കലും പരിപാടിയൊക്കെ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തായിരുന്നു. അപ്പോൾ ചേന കുഴിച്ചിടേണ്ട പരിപാടിയാണ്. ഇപ്പോൾ രാവിലെ നമ്മൾ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. പപ്പയുണ്ട്, നമുക്ക് സരസ്വതി ഉണ്ട് കേട്ടോ. നമ്മൾ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സരസ്വതിനെ വിളിക്കാറ്. അപ്പോൾ ആദ്യത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ കുമ്മായ ഇടലാണ്. ഒരു 25 ഗ്രാം കുമ്മായ നമ്മൾ എല്ലാ കൂടിയിലും ആദ്യം ഇങ്ങനെ ഇട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സരസ്വതി അവിടുന്ന് ചേന ഇട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് അവിടെയൊക്കെ ചേന ഇട്ട് പോയിട്ടുണ്ട്. പിന്നെ ഇത് കുഴിച്ച് വെക്കേണ്ട പരിപാടി കേട്ടോ. അപ്പോൾ നമ്മൾ ചേന മൂടാൻ പോകാട്ടോ. കണ്ടോ, ഇത് ഏകദേശം ഒരു 600 ഗ്രാമൊക്കെ ഉണ്ടാവും. നമ്മൾ ചേന നടന്നൊരു 500 ഗ്രാമിൻ്റെ 800 ഗ്രാമിൻ്റെ ഇടയിലാണ്. കണ്ടോ, നമ്മൾ ചേന മുറിച്ച് വേണ്ട എല്ലാത്തിനും ഇവിടെ ഇങ്ങനെ ചെറിയ മുളയും കാര്യങ്ങളുണ്ട്. ഇതാണ് ചേനയുടെ മൂക്ക്. ഈ ഭാഗം നമ്മൾ ചേന മുറിക്കുമ്പോൾ ഉണ്ടാവണം. നമ്മൾ ചേന മുറിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതാണ്. അപ്പോൾ നമ്മൾ കുമ്മായ കെട്ടി വെച്ചാണ്. അപ്പോൾ കൈ കൊണ്ടൊന്ന് ഇളക്കി നമ്മൾ ഈ സൈഡത്തെ കംപ്ലീറ്റ് ഇങ്ങോട്ടാട്ടോ നടന്ന് മൂക്ക് ഇവിടുന്ന് തണ്ട് വരും. അപ്പോൾ നമ്മൾ സൈഡത്തെ മൊത്തം നമ്മൾ ഈ സൈഡിലേക്ക് നമ്മൾ കുഴിയുടെ സെൻറ്ററിലാക്കിയിട്ട് മണ്ണിട്ട് കൊടുക്കും കേട്ടോ. നമ്മൾ മൂക്കിൻ്റെ അവിടെ മണ്ണിടുന്നില്ല, അവിടെ നമ്മൾ ചാണകപ്പൊടി ഇടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ഇവിടുന്ന് അങ്ങോട്ടുള്ളത് പിന്നെ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടാട്ടോ കൊടുക്കുന്നത്. സൈഡ് മൊത്തം നമ്മൾ ഈ സൈഡ് ഇങ്ങനെ കൊടുക്കാൻ വിചാരിച്ചു. ഇപ്പോൾ ഇവിടുന്ന് മുളച്ച് വരും. നമ്മൾ എപ്പോഴും മൂക്ക് ഇങ്ങനെ മുകളിലേക്ക് തന്നെ ആവണം. ഇങ്ങനെ കമത്തി വെച്ച് കഴിഞ്ഞാൽ ചേന മുളക്കില്ല കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പണി തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ആദ്യം ഒന്ന് കാണിച്ച് തന്നിട്ട് ഇത് പണിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേന മൂടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതിൻ്റെ മുകളിൽ ചാണകപ്പൊടി ഇടുകയാണ്. അപ്പോൾ നമ്മളിതാ ഈ മുളയുടെ അവിടെ നമ്മൾ ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട്. ചാണകപ്പൊടി തണുപ്പാണ്. അപ്പോൾ നമ്മൾ എല്ലാത്തിനും മുകളിൽ എങ്ങനെ പോയാലും ഒരു 2 കൈനുള്ള നമ്മൾ 2 പിടിയുള്ള നമ്മൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചേന പെട്ടെന്ന് മുളച്ച് വരുമ്പോൾ ഈ ചാണകപ്പൊടി ആയിരിക്കും എടുക്കുക. ഇനി നമ്മൾ അടുത്ത ചെയ്യാൻ പോകണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കോഴിക്കാട്ടിട്ട് കൊടുക്കും. അപ്പോൾ ചേന മുളച്ച് കഴിഞ്ഞ് പിന്നെ വേരും കാര്യങ്ങളും ആയി കഴിഞ്ഞിട്ട് പിന്നെ കോഴിക്കാട്ട് എടുക്കുകയുള്ളൂ. കാരണം കോഴിക്കാട്ടം പൊതുവെ ചൂടാണ്. അപ്പോൾ നമ്മളിതിൻ്റെ അടുത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ കോഴിക്കാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ചകിരിപ്പൊടിയാണ്. ഒരു 50% ചകിരിപ്പൊടിയാണ്. ബാക്കി നമുക്ക് കോഴിക്കാട്ടം വരുള്ളൂ. അപ്പോൾ അത്രയ്ക്ക് ചൂടുണ്ടാവില്ല. അപ്പോൾ നമ്മളിതാ ഇതിൻ്റെ ചുറ്റോറും നമ്മളിനി എന്ത് ചെയ്യും, കോഴിക്കാട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ കോഴിക്കാട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതും ഏറെക്കുറെ നമ്മളൊരു 2-3 പിടി എന്ന രീതിയിൽ നമ്മൾ ഇട്ട് കൊടുക്കാം കേട്ടോ. പല ആൾക്കാരും ചാണകപ്പൊടി ഇടാതെ മുകളിൽ മണ്ണിട്ട് മൂടിയിട്ട് പിന്നെ അങ്ങനെ മുകളിൽ മണ്ണിട്ട് മൂടിയിട്ട് പിന്നെ കോഴിക്കാട്ടിലാണ്. നമ്മളിത് വർഷങ്ങളായിട്ട് ഇങ്ങനെ കേട്ടോ ചെയ്തു പോണേ. അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി സരസ്വതിയും പപ്പയും കൂടി ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കുഴിച്ച് വെച്ച് ഇങ്ങനെ പോവാട്ടോ. അപ്പോൾ ഞാൻ പുറകെ ചാണകപ്പൊടി മുകളിലിട്ട് ഇങ്ങനെ പോവാണ്. ഉണ്ടോ, സരസ്വതി ഒരു ചട്ടം വെച്ചിട്ടാട്ടോ ചേന മൂടുന്നത്. അപ്പോൾ ചേന മൂടാന്ന് പറയുമ്പോൾ സരസ്വതി വീട്ടിൽ ചട്ടം ഉണ്ടോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാനൊരു ചട്ടം എടുത്തു കൊടുത്തു. അപ്പോൾ അങ്ങനെ അത് വെച്ചിട്ടാണ് സരസ്വതി ചേന മൂടുന്നത്. കാരണം കൈ കൊണ്ടാക്കി കഴിഞ്ഞാൽ കുറേ ആക്കി കഴിഞ്ഞാൽ കൈൻ്റെ തോലൊക്കെ പോകും. സരസ്വതിയും ചെറിയ രീതിയിലൊക്കെ ചേന കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു 10-300 മൂക്ക് ഇപ്പോൾ അവർ കുഴിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞു. എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞു. പിന്നെ മഴ വരുമ്പോൾ മുളച്ചോളും. അങ്ങനത്തെ നമ്മൾ ചെയ്യണമായിരിക്കും തന്നെയാണ് അവരും കൃഷി ചെയ്തേക്കണേ. അങ്ങനെ നമ്മൾ ഈ ഏരിയ മൊത്തം നമ്മുടെ ചേനയുടെ കണ്ണിൻ്റെ മുകളിൽ നമ്മൾ ചാണകപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത പരിപാടി നേരത്തെ കാണിച്ചു എനിക്ക് തന്നെ കോഴിക്കാട്ടിടലാണ്. അപ്പം ഞാനൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഇട്ട് പോരുകയാണ്. അപ്പോൾ അപ്പയും സരസ്വതി അപ്പോൾ അവിടെ കുഴിച്ച് വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് ഈ ഏരിയയുടെ പണി തീർക്കാം. എന്നിട്ട് പപ്പ നമ്മുടെ ചേന മൂടും. ഓരോരുത്തർക്കും ഓരോ പണി കേട്ടോ. വേണ്ട, അപ്പോൾ കോഴിക്കാട്ടം ഇതേമാതിരിക്ക് നമ്മൾ കോഴിക്കാട്ടം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്ന് ലൂസാക്കിയിട്ട് നമ്മൾ വലിയ ആക്കിയിട്ടുണ്ട് കേട്ടോ. വലിയ ആക്കാൻ നമുക്ക് ഇടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്.
അപ്പോൾ കോഴിക്കാട്ടിട്ട് ഈ ഏരിയയുടെ പകുതിയായി. അപ്പോൾ പപ്പ ആ സൈഡിൽ നിന്ന് മൂടി വരികയാണ്. അപ്പോൾ നമുക്കിനി കുഴി മൂടണം എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഇതുണ്ടോ നമ്മുടെ ചേനയുടെ ഫ്രണ്ടിൽ നിന്നും അതുപോലെ തന്നെ സൈഡിൽ നിന്നും അങ്ങനെ മണ്ണെടുത്ത് കണ്ടോ. ആ ചേനയുടെ കറക്റ്റ് സെൻറ്റർ നോക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പൊരി കൂട്ടുക എന്ന് പറയും ഞങ്ങൾ. എന്നിട്ട് അങ്ങനെ പൊരി കൂട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് കൈക്കോട്ട് കൊണ്ടൊന്ന് ഇടിക്കും കേട്ടോ. അവിടെ ഒന്ന് സെറ്റായിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ പപ്പ ഇങ്ങനെ മൊത്തത്തിൽ കുഴി മൂടി വരിക കേട്ടോ. നമ്മളിങ്ങനെ കോനയാക്കി വെക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിത്ത് ചേനയൊക്കെ നടുമ്പോൾ ഇങ്ങനെ തണ്ടൊക്കെ പോകുമല്ലോ, മൂത്ത് കഴിഞ്ഞാൽ തണ്ടൊക്കെ പോകും. അപ്പോൾ നമുക്ക് നിരന്ന് കാണിയാൽ നമുക്ക് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു കൂന കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ചേന എവിടെയാണെന്ന് കറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യാറ്. എല്ലാവരും ഒരുവിധം ഇങ്ങനെ തന്നെ ചെയ്യാറ് തോന്നുന്നു. അങ്ങനെ ഈ ഏരിയ മൊത്തം നമ്മൾ കോഴിക്കാട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പപ്പ സൈഡിൽ നിന്ന് ഇതാ മൂടി വരുന്നുണ്ട്. അപ്പം ഞാൻ അടുത്ത പണി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ വൈക്കോൽ ഇടണം. അപ്പോൾ വൈക്കോലൊക്കെ നമ്മൾ അവിടെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. പാവന്ന് കൊണ്ടുവരാം. കാരണം നമ്മൾ ഈ ഏരിയയുടെ മൊത്തം പണിയൊന്നും തീർക്കാൻ വിചാരിച്ചിട്ട് കേട്ടോ. കാരണം നമ്മളിത് മൊത്തം തീർന്ന് വരുമ്പോൾ സമയം ഒരുപാടാവും. നമ്മുടെ ക്യാമറമാനൊക്കെ ഒരുപാട് പേരെ അവിടെ നിൽക്കേണ്ടി വരും. അപ്പോൾ നമ്മളത് വൈക്കോലും കൂടി ഇട്ടിട്ട് നമ്മൾ ഈ ഏരിയയുടെ പണി അവസാനിപ്പിക്കുക കേട്ടോ. പാവന്ന് എടുത്തിട്ട് വരാം. അപ്പോൾ സമയം ഏകദേശം 9 മണി ആവാറായിട്ടുണ്ട് കേട്ടോ. നമ്മൾ രാവിലെ 8 മണിക്ക് തുടങ്ങിയാണ്. ഞാൻ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ പോകും കേട്ടോ. ഇവർക്ക് ചായ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ പോകും. കാരണം നമുക്ക് ഫാമിൽ കോഴി ഉള്ളതുകൊണ്ട് അവിടുത്തെ പരിപാടികൾ ഞാനെടുക്കും. കണ്ടോ ഇവിടെയൊക്കെ നമ്മൾ വൈക്കോൽ കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. നമുക്ക് 2 സെക്ഷനായിട്ട് നമ്മളൊരു 10-70 കെട്ട് വൈക്കോൽ നമ്മൾ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വൈക്കോൽ കൊണ്ടിടാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഏരിയ മൊത്തം നമ്മൾ ചേനയുടെ മുകളിൽ മണ്ണിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ചേനയുടെ മുകളിൽ മണ്ണിട്ടിട്ടുള്ള ഒരു ഏരിയയുടെ ഫുള്ള് വ്യൂ കേട്ടോ. എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല, കാരണം നല്ല വെയിലുണ്ട്. അപ്പോൾ നമ്മളിനി വൈക്കോൽ ഇടാൻ പോവാം കേട്ടോ. നമ്മൾ വൈക്കോൽ ഇടണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചേനയിൽ ഓവറായിട്ട് വെയിലടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ചേനയുടെ ഉള്ളിൽ കളകളും കാര്യങ്ങളും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ അത്യാവശ്യം കട്ടിയിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് വൈക്കോലും അതുപോലെ തന്നെ നമുക്ക് മരത്തിൻ്റെ ഇലകളും കാര്യങ്ങളും ചപ്പുകളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിപ്പോൾ വൈക്കോലാണ് നമ്മൾ ഇട്ട് കൊടുക്കണേ. നമുക്ക് ചപ്പും കാര്യങ്ങളൊക്കെ വലിച്ചു കൂട്ടാൻ പോയി കഴിഞ്ഞാൽ അതിന് സമയം പോകും. നമ്മളൊരു 75 കെട്ട് നമ്മൾ വൈക്കോൽ ഇപ്പോൾ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു കെട്ട് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേന് നല്ല കാറ്റുണ്ട്. അപ്പോൾ നമ്മൾ വൈക്കോൽ പാറി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം മുകളിൽ കുറച്ച് മണ്ണെറിഞ്ഞു കൊടുക്കുക കേട്ടോ. സൈഡിൽ നിന്ന് ഇങ്ങനെ ചാലിൽ ഇങ്ങനെ മണ്ണ് പോയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് പട്ടയും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ തൽക്കാലത്തിന് ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യാണ്. കുറച്ച് പട്ടയും കാര്യങ്ങളും അവിടെ ഉണ്ട്. അപ്പോൾ അത് വെച്ച് കൊടുക്കണം. തൽക്കാലത്തിന് നമ്മൾ കുറച്ച് മണ്ണിട്ടിട്ട് ഈ ഏരിയയുടെ പണി തീർക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ ഈ ഏരിയയുടെ പണി മൊത്തം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ വൈക്കോലിട്ടു. നല്ല കാറ്റുണ്ട്. അപ്പം ഇനി എന്തേലും നമ്മളിവിടെ തോലിറക്കിയതിൻ്റെ കുറച്ച് കൊമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഇതൊക്കെ പാറിപ്പോവും. ഇനി കുറച്ച് പട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കണം. ഇനി ഉണ്ടോ നമ്മുടെ ബാക്കി പരിപാടി ഇവിടെ തുടങ്ങാനായിട്ടോ. നമ്മൾ സരസ്വതിയൊക്കെ കുഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ചാണകപ്പൊടിയും
അതുപോലെ തന്നെ കോഴിക്കാട്ടം ഇട്ടിട്ട് നമുക്ക് പരിപാടി തുടങ്ങാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ച് നിർത്താം കേട്ടോ. കാരണം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചേന മൊത്തം നമ്മൾ കുഴിച്ച് വെച്ചിട്ട് നമ്മളൊരു ഫുൾ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്ര സമയം കൊണ്ട് നമ്മളൊരു 160 കുഴിക്കുള്ള പണി ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. കാരണം അത് പണിയെടുക്കുന്നതിൻ്റെ വീഡിയോയും കാര്യങ്ങളും എടുക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഒരു 3000 മൂക്കാണ് നമ്മൾ ചേന കൂടുന്നത് ഈ പറമ്പിൽ. അപ്പോൾ ഇതെല്ലാം പണിയും കഴിഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ഉണ്ടാവും കേട്ടോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് എത്തുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.